എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂളിൽ ഓറ കിഡീസ് ഫെസ്റ്റ് ആൻഡ് ഓറ ഫെസ്റ്റ് നടന്നു. പ്രശസ്ത കവി ബക്കർ മേത്തല ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ CEO MA അബ്ദുൽ അക്ബർ, പ്രിൻസിപ്പാൾ സുമിത സന്തോഷ്, ഹെഡ് ഗേൾ മിഥുന ജയൻ, ഹെഡ് ബോയ് ആരുഷ് കൃഷ് എന്നിവർ സംസാരിച്ചു. വായനാ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂളിലെ 6 മുതലുള്ള എല്ലാ ക്ലാസുകളിലെയും കുട്ടികളുടെ കയ്യെഴുത്ത് മാസികകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ദ എമിലി ഡിക്കിൻസൺ അവാർഡ് ജേതാവ് 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ആമി S. ദിബിൻ, ഇംഗ്ലീഷ് സ്കോളർ കോമ്പറ്റീഷൻ നാഷണൽ ലെവൽ 2nd റാങ്ക് ഹോൾഡർ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹസീന സെറിൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ വേദികളിലായി കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. അവരോടും ചിലത് പറയേണ്ടതല്ലേ എന്നുള്ള ഒരു സംശയവും എനിക്കുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ചാഞ്ചാട്ടങ്ങൾക്കിടയിൽ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പങ്കുവെക്കുക മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ചെയ്യുന്നത്. ഇതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇംഗ്ലീഷിനോട് തീർച്ചയായും അതൊരു ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഭാഷ എന്നുള്ള നിലക്ക് തൊഴിൽ നേടി പോകുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ് എന്ന് നമ്മുടെ ജീവിതാനുഭവം പഠിപ്പിക്കുക. ഞാനൊക്കെ മലയാളത്തിന് വേണ്ടി വാദിക്കുകയും മലയാളം ഐക്യവേദി എന്ന പ്രസ്ഥാനം ഉണ്ടാക്കുകയും മലയാള ഭാഷ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിലാപങ്ങൾക്കിടയിൽ മലയാളം 1ാം ഭാഷയാക്കണമെന്നുള്ള സമരങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാർ പോകുന്നതിന് തൊട്ടു മുമ്പായി അവസാന കാലഘട്ടത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവുകളിലൊന്ന് മലയാളം 1ാം ഭാഷയാക്കുക എന്നതായിരുന്നു. ആ ഉത്തരവ് വന്നിട്ട് പുതിയ ഭരണകൂടം വന്നപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് പ്രായോഗികമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നം എന്ന് പറഞ്ഞ് പലപ്പോഴും സ്കൂളുകളിൽ ടൈം ടേബിൾ പങ്കുവെച്ച് വരുമ്പോൾ മലയാളം പഠിപ്പിക്കാൻ സമയമില്ലാത്തൊരവസ്ഥയുണ്ടായി. വീണ്ടും അതിനുവേണ്ടിയുള്ള സമരങ്ങളിലേക്ക് പോകും. ഞാനിവിടെ വന്നപ്പോൾ ടീച്ചറോട് ചോദിച്ചു, പ്രിൻസിപ്പലിനോട് ചോദിച്ചു, ആഴ്ചയിൽ 5 മണിക്കൂർ മലയാള പഠനത്തിനായി മാറ്റി വെച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത് സ്വാഗതാർഹമാണ്. കാരണം മാതൃഭാഷയിലൂടെയാണ് കുട്ടികളെ നിങ്ങൾ സ്വപ്നം കാണുന്നത്, നിങ്ങളുടെ വികാരവിചാരങ്ങൾ രൂപപ്പെടുന്നത്, നിങ്ങളുടെ സാംസ്കാരിക വ്യക്തിത്വം രൂപപ്പെടുന്നത് ആ ഭാഷയുടെ അടിത്തറയിൽ ഊന്നിയെന്നുകൊണ്ടാണ്. നിങ്ങൾ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുലപ്പാലിനോടൊപ്പം ചുരന്നകത്താക്കിയതത്രയും ആ ഭാഷയുടെ മാധുര്യമാണ് എന്നും നിങ്ങൾക്കറിയാം, എനിക്കറിയാം, നമുക്കറിയാം. അപ്പോൾ ആ മാതൃഭാഷയിൽ നിന്നും കിട്ടുന്ന വികാരവിചാരങ്ങളുടെ സാംശീകരണത്തിലൂടെ നാം പടുത്തുയർത്തിയ സാംസ്കാരികമായ അടിത്തറയുണ്ട്. ആ അടിത്തറയിലാണ് കേരളം എന്ന് പറയുന്ന നമ്മുടെ ആ ഭാവനാ സങ്കല്പമല്ല യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങൾ കാലുകൊണ്ട് നിൽക്കുന്ന ഒരിടമുണ്ടായിരുന്നു.